Lord, you're holy, Lord. ഇസ്രായേൽ ജനത്തിൻ്റെ തിരുനാളുകളെല്ലാം യഹോവയുടെ തിരുനാളുകളായിരുന്നു. ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനം ആചരിക്കാനായി കർത്താവ് നൽകുന്ന തിരുനാളുകളെക്കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ലേവ്യ പുസ്തകം 23-ാം അധ്യായം 1-2 വാക്യങ്ങൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, വിശുദ്ധ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടേണ്ട കർത്താവിൻ്റെ തിരുനാളുകൾ ഇവയാണ്. വിശുദ്ധ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടേണ്ട കർത്താവിൻ്റെ തിരുനാളുകൾ ഇവയാണ്. ഇവയിലൊന്നുപോലും വിശുദ്ധരുടെ തിരുനാളുകൾ ആയിരുന്നില്ല. എല്ലാം കർത്താവിൻ്റെ തിരുനാളുകൾ ആയിരുന്നു. ഈ കർത്താവിൻ്റെ തിരുനാളുകളെല്ലാം വിശുദ്ധ സമ്മേളനങ്ങളായിരുന്നു. അല്ലാതെ ഈ കർത്താവിൻ്റെ തിരുനാളുകൾ മദ്യപിക്കാനോ വെറിക്കൂത്ത് നടത്താനോ സ്വരൂപവണക്കം നടത്താനോ വിഗ്രഹാരാധന നടത്താനോ വിജാതീയവൽക്കരണം നടത്താനോ ഉള്ള അവസരങ്ങളായിരുന്നില്ല. മറിച്ച് അവ വിശുദ്ധ സമ്മേളനങ്ങളായിരുന്നു. ആ തിരുനാളുകൾ ഏതൊക്കെയാണ്? താഴെ പറയുന്നുണ്ട്. സാബത്ത്, പെസഹ, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ, ആദ്യഫലങ്ങളുടെ തിരുനാൾ, ആഴ്ചകളുടെ തിരുനാൾ, പുതുവത്സര ദിനം, പാപപരിഹാര ദിനം, കൂടാര തിരുനാൾ. പഴയ നിയമത്തിലെ ഈ പെരുന്നാളുകളെല്ലാം എന്തിനെയാണ് സൂചിപ്പിച്ചിരുന്നത്? പഴയ നിയമത്തിലെ ഈ പെരുന്നാളുകളെല്ലാം തന്നെ വരാനിരിക്കുന്ന വാഗ്ദത്ത മെശിഹയെ സൂചിപ്പിക്കുന്നതായിരുന്നു. കൊളോസോസ് 2-ാം അധ്യായം 16-17 വാക്യങ്ങൾ. ഭക്ഷണപാനീയങ്ങളുടെ കാര്യത്തിൽ ആരും നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കട്ടെ. അതുപോലെ തന്നെ ഉത്സവങ്ങളുടെയും അമാവാസിയുടെയും സാബത്തിൻ്റെയും ആചരണത്തിലും. ഇവയെല്ലാം വരാനിരുന്നവൻ്റെ വെറും പ്രതിച്ഛായകൾ മാത്രം. യാഥാർത്ഥ്യമാകട്ടെ ക്രിസ്തുവും. ഇവയെല്ലാം വരാനിരുന്നവൻ്റെ വെറും പ്രതിച്ഛായകൾ മാത്രം. യാഥാർത്ഥ്യമാകട്ടെ ക്രിസ്തുവും. പഴയ നിയമത്തിലെ എല്ലാ തിരുനാളുകളും വരാനിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ പ്രതിച്ഛായകളാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു ഭൂമിയിൽ അവതരിച്ചു. യാഥാർത്ഥ്യം വന്നു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പുതിയ നിയമസഭയിലെ അംഗങ്ങളാണ്. ബൈബിളിലെ പുതിയ നിയമം മുഴുവൻ വായിച്ചാൽ അവിടെ ഒരിടത്ത് പോലും പുതിയ നിയമസഭയിലെ ക്രിസ്ത്യാനികളോട് തിരുനാളുകൾ ആഘോഷിക്കാൻ പറയുന്നില്ല. കാരണം യേശു ക്രിസ്തു ഭൂജാതനാകുന്നതിന് മുമ്പ് വരെ മാത്രമാണ് പെരുന്നാളുകൾക്ക് പ്രസക്തിയുള്ളത്. യാഥാർത്ഥ്യമായ ക്രിസ്തു വെളിപ്പെട്ടതുകൊണ്ട് ഇനി പുതിയ നിയമസഭയിൽ പെരുന്നാളുകളോ തിരുനാളുകളോ ഇല്ല. പലരും ചിന്തിക്കാറുണ്ട്, അതായത് എന്തുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ക്രിസ്ത്യാനികളോട് യേശുവിൻ്റെ ജനനത്തിരുനാൾ ആഘോഷിക്കുവാൻ പറയാത്തത്? എന്തുകൊണ്ടാണ് യേശുവിൻ്റെ മരണത്തിരുനാൾ ആഘോഷിക്കുവാൻ പറയാത്തത്? എന്തുകൊണ്ടാണ് സ്തേഫാനോസ് രക്തസാക്ഷിയായപ്പോൾ സ്തേഫാനോസിനെ ഓർമ്മിക്കുവാനായി ഒരു തിരുനാൾ നടത്തുവാൻ ബൈബിൾ പറയാത്തത്? ഈ ചോദ്യങ്ങളുടെ ഉത്തരമൊക്കെ ഇപ്പോൾ വ്യക്തമായി. കാരണം യേശുക്രിസ്തുവിൻ്റെ വരവിന് മുമ്പ് മാത്രമാണ് തിരുനാളുകൾക്ക് പ്രസക്തിയുള്ളൂ. യാഥാർത്ഥ്യമായ ക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു. മാത്രമല്ല, പുതിയ നിയമസഭയിലെ വീണ്ടും ജനിച്ച ഓരോ ക്രിസ്ത്യാനിയുടെ ഉള്ളിലും ഈ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു ജീവനോടെ വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അപ്പസ്തോലനായ പത്രോസോ പൗലോസോ യോഹന്നാനോ അവരുടെ ലേഖനങ്ങളിൽ ഒരിടത്ത് പോലും പുതിയ നിയമ ക്രിസ്ത്യാനികളോട് നിങ്ങൾ തിരുനാളുകൾ ആഘോഷിക്കണം, മരിച്ചുപോയ സ്തേഫാനോസിനെ ഓർമ്മിക്കുവാനായി തിരുനാൾ നിങ്ങൾ സംഘടിപ്പിക്കണമെന്ന് എഴുതാതിരുന്നത്? യേശുവിൻ്റെ മരണത്തെ ഓർക്കുവാൻ, യേശുവിൻ്റെ മരണത്തിരുനാൾ നടത്താനും പത്രോസോ യോഹന്നാനോ യാക്കോബോ
അവരുടെ ലേഖനത്തിൽ സൂചിപ്പിക്കാതിരുന്നത് ഇക്കാരണത്താലാണ്. അല്ലാതെ അവർക്ക് തിരുനാളുകളെക്കുറിച്ച് അറിവില്ലാഞ്ഞിട്ടല്ല. യഹൂദന്മാരായിരുന്ന പത്രോസിനും പൗലോസിനുമൊക്കെ പഴയ നിയമത്തിലെ പെരുന്നാളുകളെക്കുറിച്ച് നന്നായിട്ടറിയാം. എന്നാൽ യാഥാർത്ഥ്യമായ ക്രിസ്തു വെളിപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഇനി പെരുന്നാളുകൾ, തിരുനാളുകൾ ക്രിസ്തീയ സഭയ്ക്ക് ഇല്ല എന്നുള്ളത് ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പുതിയ നിയമസഭയിലെ അംഗങ്ങളായ നമുക്ക് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളോ കൂടാര തിരുനാളോ ആദ്യഫല തിരുനാളോ ഇങ്ങനെയുള്ള തിരുനാളുകളൊന്നും ബാധകമല്ല. കാരണം നേരത്തെ പറഞ്ഞ പഴയ നിയമത്തിലെ 7 തിരുനാളുകളും അതിനോടനുബന്ധിച്ച മറ്റു തിരുനാളുകളും ഇതെല്ലാം വരാനിരിക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രതിച്ഛായകൾ മാത്രമാണ്. യാഥാർത്ഥ്യം ക്രിസ്തുവാണ്. ക്രിസ്തു വന്നതുകൊണ്ട് ഇനി നമ്മളൊരിക്കലും പഴയ നിയമത്തിലെ സെറിമോണിയൽ ലോസിലേക്ക്, ആചാരപരമായ നിയമങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ പാടില്ല. കൊളോസോസ് 2-ാം അധ്യായം 16-17 വാക്യങ്ങൾ: ഭക്ഷണപാനീയങ്ങളുടെ കാര്യത്തിൽ ആരും നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കട്ടെ. അതുപോലെ തന്നെ ഉത്സവങ്ങളുടെയും അമാവാസിയുടെയും സാപത്തിൻ്റെയും ആചരണത്തിലും ഇവയെല്ലാം വരാനിരുന്നവൻ്റെ വെറും പ്രതിച്ഛായകൾ മാത്രം. യാഥാർത്ഥ്യമാകട്ടെ ക്രിസ്തുവും. പഴയ നിയമത്തിൽ 7 തിരുനാളുകൾ ദൈവം തന്നെ സ്ഥാപിച്ചു. വർഷത്തിലൊരിക്കൽ വരുന്ന ആ തിരുനാളുകളിൽ ഇസ്രായേൽ ജനം സന്തോഷിച്ചു. പാപപരിഹാര ദിനത്തിലാണെങ്കിൽ അവർ പാപങ്ങളെ ഓർത്ത് അനുദപിക്കുകയും പാപത്തിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി പാപപരിഹാര ബലികൾ നടത്തുകയും ചെയ്തു. ക്രിസ്ത്യാനികളായ നമ്മെ സംബന്ധിച്ച് ഫിലിപ്പിയ ലേഖനം നമ്മോട് പറയുന്നത് 4-ാം അധ്യായം 4-ാം വാക്യം: കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ. വർഷത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസം തിരുനാൾ ദിനം വന്നാൽ അന്ന് സന്തോഷിക്കാമെന്ന് കരുതിയിരിക്കുന്നവരല്ല യഥാർത്ഥ ക്രിസ്ത്യാനികൾ. വർഷത്തിലെ ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസത്തിന് മറ്റു ദിവസങ്ങളെക്കാളും പ്രാധാന്യം കൊടുത്ത് ആഘോഷങ്ങൾ നടത്തുവാൻ ക്രിസ്ത്യാനിക്ക് അനുവാദമില്ല. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 8 മുതൽ വായിക്കുന്നു: ദൈവത്തെ അറിയാതിരുന്ന അന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവമല്ലാത്തവയെ സേവിച്ചു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുന്നു. അതിലുപരി ദൈവം നിങ്ങളെ അറിയുന്നു. ആകയാൽ ബലഹീനങ്ങളും വ്യർത്ഥങ്ങളുമായ ആ പ്രപഞ്ച ശക്തികളുടെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു പോകാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? എന്ത്, ഒരിക്കൽ കൂടി അവയുടെ സേവകരാകാൻ നിങ്ങൾ ഇച്ഛിക്കുന്നുവോ? നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും വർഷങ്ങളും ആചരിക്കുന്നു പോലും. നിങ്ങളുടെ ഇടയിൽ ഞാൻ അധ്വാനിച്ചത് വൃഥാവിലായോ എന്നു ഞാൻ ഭയപ്പെടുന്നു. 10-11 വാക്യങ്ങൾ: നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും വർഷങ്ങളും ആചരിക്കുന്നു പോലും. നിങ്ങളുടെ ഇടയിൽ ഞാൻ അധ്വാനിച്ചത് വൃഥാവിലായോ എന്നു ഞാൻ ഭയപ്പെടുന്നു. അപ്പസ്തോലനായ പൗലോസ് യഥാർത്ഥ സുവിശേഷം ഈ ഗലാത്യ സഭയിലെ വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ദിവസങ്ങളും മാസങ്ങളും ഒന്നും ആചരിക്കാൻ പാടില്ല. അങ്ങനെയുള്ള നിയമങ്ങളിൽ നിന്ന് ക്രിസ്ത്യാനികൾ സ്വതന്ത്രരാണ്. പക്ഷേ പൗലോസിൻ്റെ അഭാവത്തിൽ ഗലാത്യ സഭയിലേക്ക് ചില ദുരുപദേശകർ വന്ന് ഇപ്രകാരം പഠിപ്പിച്ചു ക്രിസ്ത്യാനികളോട്: നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും ആചരിക്കണം. ഈ ദുരുപദേശകരുടെ ദുരുപദേശം കേട്ട് സത്യസുവിശേഷത്തിൽ നിന്ന് ഗലാത്യ വിശ്വാസികൾ അകന്നു. ആ സങ്കടത്തോടും വേദനയോടും കൂടെ പൗലോസ് അവരെ പ്രബോധിപ്പിക്കുകയാണ്: നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും വർഷങ്ങളും ആചരിക്കുന്നു പോലും. നിങ്ങളുടെ ഇടയിൽ ഞാൻ അധ്വാനിച്ചത് വൃഥാവിലായോ എന്നു ഞാൻ ഭയപ്പെടുന്നു. പണ്ട് കർത്താവിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഗലാത്യയിലുള്ളവർ ദിവസങ്ങളും വർഷങ്ങളും
ഋതുക്കളുമൊക്കെ ആചരിക്കുന്ന സ്വഭാവത്തിൽപ്പെട്ടവരായിരുന്നു. ഇന്നും ലോകത്തിലെ പല മതങ്ങളിലും ചില ദിവസങ്ങൾക്ക് പ്രത്യേകത, വർഷത്തിലെ ഒരു മാസത്തിന് പ്രത്യേകത, വർഷത്തിലെ ഒരു പ്രത്യേക ആഴ്ചയ്ക്ക് പ്രത്യേകത, അത് കൊടുക്കുന്ന ധാരാളം മതങ്ങൾ ഇന്ന് ഈ ലോകത്തിലുണ്ട്. എന്നാൽ ഈ ലോകത്തിലെ ഇത്തരം സമ്പ്രദായങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ക്രിസ്തുവിൻ്റെ മാർഗം. എന്നാൽ ക്രിസ്തുവിൻ്റെ മാർഗം സ്വീകരിച്ചവർ തന്നെ ഋതുക്കളും മാസങ്ങളും വർഷങ്ങളുമൊക്കെ ആചരിക്കാൻ തുടങ്ങിയപ്പോൾ ഇവർ വഴിതെറ്റിപ്പോയല്ലോ. ആ സങ്കടം കൊണ്ടാണ് ഗലാത്യ ലേഖനം ഗലാത്യ വിശ്വാസികൾക്ക് പൗലോസ് എഴുതുന്നത്. അതുകൊണ്ട് ക്രിസ്ത്യാനികളായ നമുക്ക് വർഷത്തിൽ ഏതെങ്കിലും ഒരാഴ്ച മറ്റുള്ള ആഴ്ചകളെക്കാളും പ്രത്യേകതയുള്ള ആഴ്ചയല്ല. ക്രിസ്ത്യാനികളായ നമുക്ക് വർഷത്തിലെ ഏതെങ്കിലും ദിവസം മറ്റേതെങ്കിലും ദിവസത്തേക്കാളും പ്രാധാന്യമുള്ളത് അല്ല. ക്രിസ്ത്യാനികളായ നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക മാസം, മെയ് മാസമോ ഒക്ടോബർ മാസമോ ആഗസ്റ്റ് മാസമോ മറ്റു മാസങ്ങളെക്കാളും പ്രാധാന്യമുള്ളത് അല്ല. ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും ആചരിക്കാൻ പാടില്ല. ഒരു ക്രിസ്ത്യാനിയുടെ ആരാധന എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഏതോ ചില മാസങ്ങൾ, ഏതോ ചില ആഴ്ചകൾ, ഏതോ ചില ദിവസങ്ങൾ അതിലേക്കായി ഒതുക്കി നിർത്താനുള്ളതല്ല. വർഷത്തിലെ 365 ദിവസവും നമ്മുടെ ശരീരത്തെ ജീവനും വിശുദ്ധവും ദൈവത്തിന് സ്വീകാര്യവുമായ യാഗമാക്കി സമർപ്പിക്കണം. ഇതാണ് ബുദ്ധിയുള്ള ആരാധന, യഥാർത്ഥ ആരാധന എന്ന് റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. വർഷത്തിലെ 365 ദിവസവും വിശുദ്ധിയിൽ നമ്മൾ ജീവിക്കണം. നമ്മെ സംബന്ധിച്ച് എല്ലാ ദിവസവും വിശുദ്ധിയിൽ ജീവിക്കണം. ഇതിനേക്കാൾ അപ്പുറമായി മറ്റൊന്നുമില്ല. 1 കൊരിന്ത്യർ 5-ാം അധ്യായം 8-ാം വാക്യം, ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കുക. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? പുളിമാവ് പാപത്തെ, ദുഷ്ടതയെ കാണിക്കുന്നു. പുളിമാവ് നീക്കണം. 1 കൊറിന്തോസ് 5-ാം അധ്യായം 6 മുതൽ വായിക്കുന്നു. നിങ്ങളുടെ ആത്മപ്രശംസ ഒട്ടും നന്നല്ല. അല്പം പുളിമാവ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് അറിവുള്ളതല്ലേ? നിങ്ങൾ പുളിപ്പില്ലാത്ത പുതിയ മാവ് ആകേണ്ടതിന് പഴയ പുളിപ്പ് നീക്കിക്കളയുവിൻ. നിങ്ങൾ പുളിപ്പില്ലാത്തവർ ആയിരിക്കേണ്ടവരാണല്ലോ. എന്തെന്നാൽ നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ അശുദ്ധിയും തിന്മയുമാകുന്ന പഴയ പുളിപ്പുകൊണ്ടല്ല, ആത്മാർത്ഥതയും സത്യവുമാകുന്ന പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് നമുക്ക് തിരുനാൾ ആഘോഷിക്കാം. അശുദ്ധിയും തിന്മയുമാകുന്ന പഴയ പുളിപ്പ് കൊണ്ടല്ല. ഇവിടെ പുളിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അശുദ്ധിയും തിന്മയുമാണ്. ആത്മാർത്ഥതയും സത്യവുമാകുന്ന പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് നമുക്ക് തിരുനാൾ ആഘോഷിക്കാം. പഴയ നിയമത്തിൽ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ഉണ്ടായിരുന്നു. അല്പം മുമ്പ് നമ്മളത് ചിന്തിച്ചു കഴിഞ്ഞു. എന്നാൽ പുതിയ നിയമസഭയിൽ ഇന്നുള്ളത് ആത്മാർത്ഥതയും സത്യവുമാകുന്ന പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് നമുക്ക് തിരുനാൾ ആഘോഷിക്കാം. ആത്മാർത്ഥത നിറഞ്ഞതും സത്യസന്ധവുമായ ഒരു ജീവിതം 365 ദിവസവും നാം നയിക്കണം. ഇതാണ് പുതിയ നിയമസഭയിലെ യഥാർത്ഥ തിരുനാൾ. പുതിയ നിയമസഭയിലെ വിശ്വാസികൾക്ക് മരിച്ചുപോയ വിശുദ്ധരെ ഓർമ്മിക്കുവാനായി തിരുനാളുകൾ നടത്തുവാൻ പുതിയ നിയമം അനുവദിക്കുന്നുണ്ടോ? പുതിയ നിയമസഭയിലെ വിശ്വാസികൾക്ക് മരിച്ചുപോയ വിശുദ്ധരെ ഓർമ്മിക്കുവാനായി തിരുനാളുകൾ നടത്തുവാൻ പുതിയ നിയമം അനുവദിക്കുന്നില്ല. പുതിയ നിയമസഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയായിരുന്നു സ്തേഫാനോസ്. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു.
സ്തേഫാനോസിൻ്റെ ഓർമ്മയ്ക്കായി ആദിമ ക്രൈസ്തവ സഭ സ്തേഫാനോസിൻ്റെ ഒരു പ്രതിമയുണ്ടാക്കി എഴുന്നള്ളിച്ച് പെരുന്നാൾ നടത്തിയില്ല. പുതിയ നിയമസഭയിൽ യാക്കോബ് രക്തസാക്ഷിയായ യാക്കോബിനെ ഓർമ്മിക്കുവാനായി പുതിയ നിയമസഭയിലെ വിശ്വാസികൾ യാക്കോബിൻ്റെ ഒരു പ്രതിമയുണ്ടാക്കി എഴുന്നള്ളിച്ച് കൊണ്ടു നടന്നില്ല. സഹോദര, പഴയ നിയമത്തിലെ 7 തിരുനാളുകളെക്കുറിച്ച് നാം ചിന്തിച്ചു. അതിൽ ഒരു തിരുനാൾ പോലും മരിച്ചുപോയ അബ്രഹാമിനെ ഓർക്കുവാനോ മരിച്ചുപോയ ഏതെങ്കിലും പഴയ നിയമവിശുദ്ധരെ ഓർക്കുവാനോ ആയിരുന്നില്ല. എല്ലാം കർത്താവിൻ്റെ തിരുനാളുകളായിരുന്നു എന്ന് നാം വ്യക്തമായി പഠിച്ചു. പുതിയ നിയമസഭയിലും മരിച്ചുപോയ വിശുദ്ധരെ ഓർമ്മിക്കുവാനായി തിരുനാളുകൾ നടത്തുവാൻ പുതിയ നിയമം നമ്മോട് ആവശ്യപ്പെടുന്നില്ല. അത് എന്തുകൊണ്ടാണ്? 1 കൊരിന്ത്യർ 10:31 നമ്മോട് പറയുന്നത്, നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യണം. പഴയ നിയമത്തിലെ എല്ലാ തിരുനാളുകളും കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടിയായിരുന്നു. പഴയ നിയമത്തിൽ മരിച്ചുപോയ അബ്രഹാമിൻ്റെ മഹത്വത്തിന് വേണ്ടിയോ മോശയുടെ മഹത്വത്തിന് വേണ്ടിയോ ഒരു തിരുനാൾ സംഘടിപ്പിക്കുവാൻ ഇസ്രായേൽ ജനത്തിന് ദൈവം അനുവാദം കൊടുത്തില്ല. ഇതേപോലെ തന്നെ പുതിയ നിയമത്തിലും ധാരാളം പേർ രക്തസാക്ഷികളായി, സ്തേഫാനോസ് മാത്രമല്ല, യാക്കോബ് മാത്രമല്ല, ഇവരുടെ ഒന്നും ഓർമ്മയ്ക്കായി തിരുനാളുകൾ ആദിമ ക്രൈസ്തവ സഭ നടത്തിയില്ല. കാരണം മനുഷ്യൻ്റെ മനസ്സ് എപ്പോഴും ദൈവവചനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുവാനായി പ്രേരണയുള്ളതാണ്. ഈ മരിച്ചുപോയ വിശുദ്ധരെ ഓർക്കാനും വണങ്ങാനും ഒക്കെ തുടങ്ങിയാൽ പിന്നെ ക്രമേണ അവരെ ദൈവമായി കരുതി പൂജിക്കാൻ തുടങ്ങും. പുതിയ നിയമസഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയായ സ്തേഫാനോസ് മരിച്ചു പോയപ്പോൾ സ്തേഫാനോസിനെ ഓർമ്മിക്കുവാനായി ആദിമ ക്രൈസ്തവ സഭ സ്തേഫാനോസിൻ്റെ ഒരു പ്രതിമയുണ്ടാക്കുകയോ ആ പ്രതിമയെ വണങ്ങുകയോ അതിനെ തോളിലെടുത്ത് എഴുന്നള്ളിക്കുകയോ ചെയ്തില്ല. അങ്ങനെ ചെയ്താൽ അതെല്ലാം വിഗ്രഹാരാധനയിൽ ചെന്ന് അവസാനിക്കും. 10 കൽപ്പനകളിൽ 2ാമത്തെ കൽപ്പന പുറപ്പാട് 20-ാം അധ്യായത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്കെല്ലാവർക്കും ബാധകമാണ്. അവിടെ പറയുന്നത്, മുകളിൽ ആകാശത്തിലോ കീഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ വെള്ളത്തിലോ ഉള്ള ഒന്നിൻ്റെയും സ്വരൂപമോ പ്രതിമയോ നീ നിർമ്മിക്കരുത്, അതിനെ വണങ്ങരുത്. വണങ്ങുക എന്ന് പറഞ്ഞാൽ പ്രണമിക്കുക, ബൗ ഡൗൺ, ആദരവ് കാണിക്കുക, തല കുമ്പിടുക. മാത്രമല്ല അതിനെ ആരാധിക്കരുത്. പലരുടെയും ധാരണ, ഞങ്ങൾ വിശുദ്ധരുടെ പ്രതിമകളെ ആരാധിക്കുന്നില്ല, വണങ്ങുക മാത്രമേ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് കുഴപ്പമൊന്നും വരാനില്ല. അത് തികച്ചും തെറ്റിദ്ധാരണയാണ്. 10 കൽപ്പനകളിൽ 2ാമത്തെ കൽപ്പന നമ്മോട് പറഞ്ഞിരിക്കുന്നത് സ്വരൂപത്തെ, ഒരു സ്വരൂപത്തെയും ഉണ്ടാക്കരുത്, അതിനെ വണങ്ങരുത്, അതിനെ ആരാധിക്കരുത്. അതുകൊണ്ടാണ് ആദിമ ക്രൈസ്തവ സഭയിലെ വിശ്വാസികൾ അവരുടെ ഇടയിൽ നിന്ന് ധാരാളം പേർ രക്തസാക്ഷികളായി മരിച്ചപ്പോൾ അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു തിരുനാൾ നടത്തുകയോ ആ മരിച്ച വിശുദ്ധരുടെ പ്രതിമകൾ ഉണ്ടാക്കുകയോ ചെയ്യാതിരുന്നത്. അല്ലാതെ മരിച്ചുപോയ വിശുദ്ധരുടെ പ്രതിമയുണ്ടാക്കുവാൻ അറിവില്ലാത്തത് കൊണ്ടല്ല. എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഇന്ന് ധാരാളം ക്രിസ്ത്യാനികൾ ഒരു പെരുന്നാൾ വരുവാൻ കാത്തിരിക്കുകയാണ്. അന്നാണ് അവർക്ക് സന്തോഷിക്കുവാനുള്ള ദിവസം. ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കണ്ടും ബാൻഡ് മേളം കേട്ടും അവർക്ക് സന്തോഷിക്കണം. മാത്രമല്ല അന്ന് പലരും മദ്യപിച്ച് സന്തോഷിക്കാറുണ്ട്. നാം ഇവിടെ ചിന്തിക്കുന്ന തിരുവെഴുത്തുകളൊന്നും അവർ കേട്ടിട്ട് പോലുമില്ല. ആരെയും കുറ്റം പറയുകയല്ല നമ്മുടെ ദൗത്യം. എന്നാൽ വിശുദ്ധ ബൈബിളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് സത്യം സത്യമായി ഒട്ടും മായം ചേർക്കാതെ പ്രസ്താവിക്കുക. അതാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തു പറഞ്ഞു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഏതെങ്കിലും വ്യക്തിയെയോ ഏതെങ്കിലും സംഘടനയെയോ ഏതെങ്കിലും സഭയെയോ വിമർശിക്കുകയല്ല നമ്മുടെ ദൗത്യം. ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം അത് പ്രസ്താവിക്കുക.
ദൈവവചനത്തെ സ്നേഹിക്കുന്നവർ ഈ വചനം നിശ്ചയമായും അംഗീകരിക്കും, ജീവിതത്തിൽ പ്രാവർത്തികമാക്കും. ബ്രദർ പറഞ്ഞത് ശരിയാണ്. ധാരാളം ക്രിസ്ത്യാനികൾ ഇന്ന് ജീവിതത്തിൽ സന്തോഷിക്കുവാൻ ഒരു പെരുന്നാൾ ദിവസമാണ് കാത്തിരിക്കുന്നത്. എന്നാൽ ക്രിസ്തുവുമായി ഒരു വ്യക്തിപരമായ എൻകൗണ്ടർ നമുക്കുണ്ടായാൽ, യഥാർത്ഥ വീണ്ടും ജനനത്തിലേക്ക് ഒരു ക്രിസ്ത്യാനി വന്നാൽ അവൻ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കും. വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഒരു ദിവസം സന്തോഷിക്കാൻ വേണ്ടി, അതും പാപം നിറഞ്ഞ സന്തോഷത്തിന് വേണ്ടി ഒരിക്കലും വീണ്ടും ജനിച്ച ക്രിസ്ത്യാനി കാത്തിരിക്കുകയില്ല. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം നമ്മോട് പറയുന്നത്, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ. അതെ, ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ. കർത്താവിൽ വല്ലപ്പോഴും സന്തോഷിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. കർത്താവിൽ വർഷത്തിൽ ഒരു ദിവസം സന്തോഷിക്കണം, അങ്ങനെയുമല്ല പറഞ്ഞിരിക്കുന്നത്. എല്ലാ ദിവസവും എപ്പോഴും കർത്താവിൽ സന്തോഷിക്കണം. കർത്താവിലാണ് വാസ്തവത്തിൽ സന്തോഷത്തിൻ്റെ പരിപൂർണത ഉള്ളത്. മദ്യത്തിലോ ഏതെങ്കിലും ആഘോഷങ്ങളിലോ ബാൻഡ് മേളങ്ങളിലോ ഒന്നും തന്നെ യഥാർത്ഥ സന്തോഷം ഇല്ല. അല്പസമയത്തെ ഒരു വിനോദം തരുന്നു എന്നതൊഴിച്ച് ലോകം ഓഫർ ചെയ്യുന്ന ഒരു കാര്യത്തിലും യഥാർത്ഥ സന്തോഷമില്ല. കർത്താവിലാണ് യഥാർത്ഥ സന്തോഷം ഉള്ളത്. എന്നാൽ ഈ കർത്താവിലുള്ള സന്തോഷം എല്ലാ ക്രിസ്ത്യാനികൾക്കും അനുഭവിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് അവർ മറ്റു പല കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ച് കുടുങ്ങിപ്പോകുന്നത്. യേശുക്രിസ്തുവുമായി വ്യക്തിപരമായ ഒരു എൻകൗണ്ടർ നമുക്കുണ്ടായിരിക്കണം. കർത്താവ് എത്ര നല്ലവനാണ് എന്ന് രുചിച്ചറിയുവിൻ. ഇന്ന് ധാരാളം ക്രിസ്ത്യാനികൾ വീണ്ടും ജനിച്ചവരല്ല. അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ല. ദൈവരാജ്യം എന്നത് ഭക്ഷണമോ പാനീയമോ അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമത്രേ. റോമാലേഖനം 14:17. വീണ്ടും ജനിക്കാത്ത ധാരാളം ക്രിസ്ത്യാനികൾ ഇന്നുണ്ട്. പരിശുദ്ധാത്മാവ് തരുന്ന സന്തോഷം, ക്രിസ്തു നൽകുന്ന ആനന്ദം അവരൊരിക്കലും അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് അവരുടെ ശൂന്യമായ ഹൃദയം ഈ ലോകത്തിലെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുവാൻ വൃഥ ശ്രമിക്കുകയാണ്. പക്ഷേ ക്രിസ്തുവിനെ ഒഴിവാക്കി ലോകത്തിലെ ഏത് കാര്യങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചാലും നമ്മൾ കുടുങ്ങിപ്പോകും. സന്തോഷം തരാം എന്ന് പറഞ്ഞ് ലോകം നമ്മുടെ മുന്നിൽ നിരത്തുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. പല ആഘോഷങ്ങളുണ്ട്, പല പാരമ്പര്യ ഭക്തിമാർഗങ്ങളുണ്ട്, മദ്യമുണ്ട്, പല പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ വാസ്തവത്തിൽ സന്തോഷം തരികയല്ല, ഒരു വല്ലാത്ത കെണിയാണ്. ദൈവത്തിൻ്റെ വചനം അനുവദിക്കാത്ത സന്തോഷങ്ങളിലേക്ക് ഒരുവൻ പോയാൽ അവൻ നിശ്ചയമായും പാപത്തിൻ്റെ അടിമയാകും. പിശാച് അവനെ തോൽപ്പിക്കും. പഴയ നിയമത്തിൽ ദൈവം ഇസ്രായേൽ മക്കൾക്ക് 10 കൽപ്പനകൾ കൊടുത്തു. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്, ഒരു സ്വരൂപത്തെ ഉണ്ടാക്കരുത്, വണങ്ങരുത്, ആരാധിക്കരുത്, 2ാമത്തെ കൽപ്പന. പക്ഷേ ഇസ്രായേൽ മക്കൾ ഈ കൽപ്പനയ്ക്ക് വിരുദ്ധമായി സന്തോഷം കണ്ടെത്തുവാൻ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനു മുമ്പാകെ നൃത്തവും മറ്റെല്ലാ പരിപാടികളും തുടങ്ങി. അവർ വിഗ്രഹാരാധികളായി. ദൈവത്തിൻ്റെ ക്രോധം അവരുടെ മേൽ വന്നു. അതായത് ദൈവമക്കൾക്ക് അനുവദിക്കപ്പെട്ട ഒരു സന്തോഷമുണ്ട്. ദൈവവചനം വായിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും. പരിശുദ്ധാത്മാവ് നമുക്ക് വിശുദ്ധ സന്തോഷം തരും. ദൈവത്തിൻ്റെ ഹിതം നമ്മൾ ചെയ്യുമ്പോൾ, വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് ദൈവിക സന്തോഷം കർത്താവ് തരും. ഒരു വിശുദ്ധ ജീവിതം നമ്മൾ നയിക്കുമ്പോൾ ഒരു വിശുദ്ധ സന്തോഷവും ദൈവം നമുക്ക് തരും. നമ്മുടെ സന്തോഷത്തിൻ്റെ ഉറവിടം കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്നാൽ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ വിട്ട് ഏതെങ്കിലും വചനവിരുദ്ധമായ ആഘോഷങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചാൽ പാപത്തിനടിമയാകും, പിശാചിനടിമയാകും, ദൈവക്രോധത്തിന് ഇരകളായി മാറും.
അക്കാര്യം കൊറിന്ത്യ ലേഖനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേൽ മക്കൾ ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായി സ്വന്തം വഴിക്ക് സന്തോഷം കണ്ടെത്തുവാൻ ശ്രമിച്ചു. 1 കൊരിന്ത്യർ 10-5 മുതൽ. എന്നാൽ അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെല്ലാം മരുഭൂമിയിൽ വെച്ച് ചിതറിക്കപ്പെട്ടു. അവരെപ്പോലെ നാം തിന്മ ആഗ്രഹിക്കാതിരിക്കാൻ ഇത് നമുക്ക് ഒരു പാഠമാണ്. അവരിൽ ചിലരെപ്പോലെ നിങ്ങൾ വിഗ്രഹാരാധകർ ആകരുത്. തിന്നാനും കുടിക്കാനുമായി ജനം ഇരിക്കുകയും നൃത്തം ചെയ്യാനായി എഴുന്നേൽക്കുകയും ചെയ്തു എന്ന് അവരെപ്പറ്റി എഴുതപ്പെട്ടിരിക്കുന്നു. അവരിൽ ചിലർ വ്യഭിചാരം ചെയ്തതുപോലെ നമ്മൾ ഒരിക്കലും വ്യഭിചാരം ചെയ്യരുത്. അവരിൽ 23,000 പേർ ഒറ്റ ദിവസം കൊണ്ട് നാശമടഞ്ഞു. അവരിൽ ചിലർ ചെയ്തതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവരെല്ലാവരും പാമ്പുകടിയേറ്റ് മരിച്ചു. അവരിൽ ചിലർ പിറുപിറുത്തതുപോലെ നാം പിറുപിറുക്കയുമരുത്. സംഹാരകൻ അവരെ നശിപ്പിച്ചു കളഞ്ഞു. ഇതെല്ലാം അവർക്ക് ഒരു താക്കീതായിട്ടാണ് സംഭവിച്ചത്. നമുക്ക് ഒരു പാഠമാകേണ്ടതിന് അവയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു. യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത്. ഇവിടെ ഇസ്രായേൽ മക്കൾ സന്തോഷിക്കുവാൻ അവരുടേതായ വഴികൾ തിരഞ്ഞെടുക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രമാണങ്ങളൊക്കെ കാറ്റിൽ പറത്തി അവരുടേതായ വഴിയിൽ സന്തോഷം കണ്ടെത്തുവാൻ ശ്രമിച്ചു. 7-ാം വാക്യത്തിൽ അവരിൽ ചിലരെപ്പോലെ നിങ്ങൾ വിഗ്രഹാരാധകർ ആകരുത്. ഇസ്രായേൽ മക്കൾക്ക് ദൈവം പ്രമാണം നൽകി, ഒരു സ്വരൂപം ഉണ്ടാക്കരുത്, അതിനെ വണങ്ങരുത്, അതിനെ ആരാധിക്കരുത്. എന്നാൽ ഇവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി വലിയ ആഘോഷം നടത്തുകയാണ്. ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ചുകൊണ്ട് സന്തോഷം കണ്ടെത്തുകയാണ്. മാത്രമല്ല, തിന്നാനും കുടിക്കാനുമായി ജനം ഇരിക്കുകയും നൃത്തം ചെയ്യാനായി എഴുന്നേൽക്കുകയും ചെയ്തു എന്ന് അവരെപ്പറ്റി എഴുതപ്പെട്ടിരിക്കുന്നു. അവർക്ക് തന്നെ സന്തോഷമുണ്ടാക്കാനായി അവർ ചില മെത്തേഡുകൾ കണ്ടുപിടിക്കുകയാണ്. അവരിൽ ചിലർ വ്യഭിചാരം ചെയ്തതുപോലെ നമ്മൾ ഒരിക്കലും വ്യഭിചാരം ചെയ്യരുത്. വ്യഭിചാരം ചെയ്ത് സന്തോഷം കണ്ടെത്തുവാൻ അവർ പരിശ്രമിച്ചു. അവരിൽ 23,000 പേർ ഒറ്റ ദിവസം കൊണ്ട് നാശമടഞ്ഞു. ഇതിൽ നിന്ന് ദൈവമക്കളായ നാം ഒരു പാഠം പഠിക്കണം. ഈ ലോകം പല ആഘോഷങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ട്. മനുഷ്യരെ സന്തോഷിപ്പിക്കാനായി വചനവിരുദ്ധമായ ഒത്തിരി ആചാരങ്ങൾ, ചടങ്ങുകളൊക്കെയുണ്ട്. മനുഷ്യരെ സന്തോഷിപ്പിക്കുവാൻ ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായ പല ചടങ്ങുകളും ആഘോഷങ്ങളും നടത്തി മനുഷ്യരെ സന്തോഷിപ്പിക്കാനായി ഈ ലോകം ഇന്നും പരിശ്രമിക്കുന്നു. ദൈവമക്കൾ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളിൽപ്പെട്ട് കർത്താവിനെ പ്രകോപിപ്പിക്കരുത്. വചനത്തിന് വിപരീതമായി സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ച ഇസ്രായേൽ മക്കൾ